ഹായ് ഓൾ, കോപ്പറേറ്റീവ് മാസ്റ്റർ ക്ലാസ്സിന്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. നമ്മൾ ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ, ജൂനിയർ ക്ലർക്ക്, സെക്രട്ടറി, അസിസ്റ്റന്റ് സെക്രട്ടറി, ചീഫ് അക്കൗണ്ടന്റ്, കേരള ബാങ്കിന്റെ വിവിധ തസ്തികകളിലേക്കുള്ള പരിശീലന ക്ലാസ്സുകൾ നടത്തുന്നുണ്ട്. ഓൺലൈൻ പരിശീലന ക്ലാസ്സുകളാണ് നടത്തുന്നത്. അതുമായി ബന്ധപ്പെട്ട് താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഇന്ന് നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിലെ ഒരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ക്വസ്റ്റ്യനിലേക്ക് പോകാം. വിച്ച് among the following is the largest credit rating agency in the world? ലോകത്തിലെ ഏറ്റവും വലിയ ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസി ഏതാണ് എന്നാണ് ചോദ്യം. എ ഓപ്ഷൻ സ്റ്റാൻഡേർഡ് ആൻഡ് പുവർ S&P, ബി ഓപ്ഷൻ മൂഡീസ് ഇൻവെസ്റ്റേഴ്സ് സർവീസ്, സി ഓപ്ഷൻ ഫിച്ച് റേറ്റിംഗ്, ഡി ഓപ്ഷൻ ക്രിസിൽ. ഓക്കെ, നമുക്ക് ആൻസറിലേക്ക് പോവാം. ലോകത്തിലെ ഏറ്റവും വലിയ ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസി ഏതാണെന്നാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ ബി ആണ്, മോഡീസ് ഇൻവെസ്റ്റേഴ്സ് സർവീസ് ആണ്. യെസ്, ഇനി മോഡീസ് ഇൻവെസ്റ്റേഴ്സ് സർവീസിനെ പറ്റി പറയുന്നതിന് മുമ്പായിട്ട് ഇന്ത്യയിലുള്ള ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസികൾ ഏതെല്ലാമാണ്? ഓരോ കമ്പനികളുടെയും അവരുടെ തിരിച്ചടക്കാനായിട്ടുള്ള കഴിവ് കാണിക്കുന്ന അതിനെയാണ് നമ്മൾ ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസി ക്രെഡിറ്റ് റേറ്റിംഗ് എന്ന് പറയുന്നത്. ആ ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസികൾ ഇന്ത്യയിൽ പ്രധാനമായിട്ടുള്ളത് ക്രിസിൽ, ഇക്ര, കെയർ. ഈ മൂന്നെണ്ണമാണ് ഇന്ത്യയിൽ പ്രധാനപ്പെട്ട ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസി. ഇൻഡിവിജ്വൽ ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസിയിൽ ഇന്ത്യയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സിബിൽ ആണ്. സിബിൽ റേറ്റിംഗ് ആണ്. നിങ്ങൾക്ക് അറിയാവുന്നതാണ്, സിബിൽ റേറ്റിംഗ് വെച്ചിട്ടാണ് നമ്മളുടെ ബാങ്കുകളിൽ ഓരോ വ്യക്തിക്കും വായ്പ കിട്ടുന്നത്. ആ സ്കോർ നോക്കിയിട്ടാണ് വായ്പ ലഭിക്കുന്നത്. മോഡീസ് എന്ന് പറയുന്ന സ്ഥാപനം ഫൗണ്ട് ചെയ്തിരിക്കുന്നത് ജോൺ മോഡിയാണ്. 1909 ടു പ്രൊഡ്യൂസ് ദ മാനുവൽ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് റിലേറ്റഡ് സ്റ്റോക്സ് ആൻഡ് ബോണ്ട്സ്. അപ്പൊ സ്റ്റോക്സും ബോണ്ട്സിന്റെയും റേറ്റിംഗ് ആണ് ആദ്യം 1909 തുടങ്ങിയത്. 1975 നാഷണലി റെക്കഗ്നൈസ്ഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ റേറ്റിംഗ് ഓർഗനൈസേഷനായി മാറി. അത് റെക്കഗ്നൈസ് ചെയ്തത് US സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് കമ്മീഷൻ ആണ്. 1975 ഈ ഒരു സ്ഥാപനം റെക്കഗ്നൈസ് ചെയ്തത്. മൂഡീസ് ഇൻവെസ്റ്റേഴ്സ് സർവീസ് ഒരു സെപ്പറേറ്റ് കമ്പനിയായി മാറിയത് 2000 മൂഡീസിന് കൂടെ S&Pയും അതേപോലെ തന്നെ ഫിച്ച് ഗ്രൂപ്പും കൂടി ചേരുമ്പോഴാണ് ബിഗ് 3 ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസീസ് എന്ന് നമ്മൾ പറയുന്നത്. ക്രിസിൽ എന്ന് പറയുന്നത്, ക്രിസിലിന്റെ പൂർണ്ണ രൂപം ക്രെഡിറ്റ് റേറ്റിംഗ് ഇൻഫർമേഷൻ സർവീസസ് ഓഫ് ഇന്ത്യ ലിമിറ്റഡ് എന്നുള്ളതാണ് ക്രിസിലിന്റെ പൂർണ്ണ രൂപം. അത് നമ്മുടെ ഇന്ത്യയിലെ ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസിയാണ്. അപ്പോൾ ഈ ഒരു ഡാറ്റ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു ക്ലാസ്സിൽ കാണാം. താങ്ക് യു.